ഹലോ ഫ്രണ്ട്സ്, അമസ്തേഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്നൊരു ചെറിയൊരു യാത്രയിലുണ്ട്. നമ്മൾ കൊടുങ്ങല്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കണേ. കൊടുങ്ങല്ലൂർ പോണത് എന്റെ മാമന്റെ മോളുടെ പേരുളി അല്ലേ, നാളെയാണ് പേരുളി. അപ്പൊ നമ്മൾ ഇന്ന് പോണ്. ഇന്നിപ്പോ എന്റെ അച്ഛനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഇവിടെ ഒരാളും കൂടി വിളിച്ചിരിക്കുന്നുണ്ട്. അവരുടെ കൂടിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ഇന്നാണ് പോണത്. നാളെ നമുക്ക് പോകാൻ പറ്റില്ല. നാളെ വേറെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട്, അത് ആദ്യമേ ഉണ്ടായിരുന്ന കാര്യങ്ങളായതുകൊണ്ട് നാളേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇന്നാണ് പോണത്. അപ്പൊ നമുക്ക് എവിടേക്ക് പോവാം. നമ്മളങ്ങനെ മാമന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും ഉള്ളിൽ കയറിയിട്ടാ. നമ്മൾ ഉള്ളിലൊന്നും എടുക്കണില്ല, കാരണം കുഞ്ഞാവനൊന്നും ഇപ്പൊ കാണിക്കാൻ പറ്റില്ലല്ലോ. നമ്മള് ചേരമാഞ്ചുമ മസ്ജിദ് കാണാൻ വേണ്ടി പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളി. ഇവിടെ നമ്മള് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രം. അതിനടുത്ത് നമ്മളൊന്ന് പോയിട്ട് നമ്മളിപ്പോൾ തന്നെ തിരിച്ചു വരുന്നു. ഇപ്പോൾ അവിടെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിലെ പോയപ്പോൾ നമ്മളൊന്ന് കൊണ്ടുപോയി വെറുതെ നമുക്ക് പോയത്. തിരിച്ചിങ്ങോട്ട് പോയി എൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്, വേറൊരു വീഡിയോ ഇതിൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാമൻ്റെ അവിടെ നിന്ന് നേരെ കോട്ടപ്പുറത്തേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. കോട്ടപ്പുറം ഇവിടെ അടുത്ത് തന്നെയാണ്. കോട്ടപ്പുറം മാർക്കറ്റാണ്. ഇവിടെ മാർക്കറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇങ്ങനത്തെ ഒരു അടിപൊളി സംഭവമുണ്ട്. അടിപൊളി വ്യൂസ്, നല്ലൊരു പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു പാർക്ക് പോലെ അടിപൊളിന്. കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ നല്ല സ്റ്റൈലും സ്ഥലം ഉണ്ടാ. പിന്നെ നമ്മളെ ബാക്കിൽ കാണുന്ന വീട് കണ്ട, അതിന് നമ്മളെ പൊറിഞ്ചു മറിയം ജോസിന് ഷൂട്ട് ചെയ്ത മറിയത്തിന്റെ വീട്. പൊറിഞ്ചു മറിയത്തിന്റെ വീടിനൊക്കെ കാണുന്നുണ്ട് ബാക്കിൽ കാണുന്നത്. അത് കോട്ടപ്പുറം മറ്റേ മാർക്കറ്റിന്റെ ഉള്ളിൽ മാർക്കറ്റിലാണ് ഫുള്ള് പൊറിഞ്ചുമറിയം ജോസിന്റെ ഷൂട്ടിംഗ് ഫുള്ള് നടന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇതിന്റെ ബാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. മാർക്കറ്റ് ഫുള്ള് കോട്ടപ്പുറം മാർക്കറ്റാണ്. പിന്നെ മറിയത്തിന്റെ വീട് കാണുന്നത്. അതൊന്നും കൂടി കുറച്ചും കൂടി ഇതായിട്ട് കാണിച്ചു. ഇതാണ് കേട്ടോ ആ വീട്. ആ വീടിന്റെ ശരിക്കുള്ള പാർട്ടാണ് കാണുന്നത്. ഈ മരം കണ്ടോ, ഈ മാവുമ്മലാണ് കേട്ടോ മറിയത്തിന്റെ അപ്പച്ചൻ തൂങ്ങി വെച്ചിരിക്കുന്ന സീനുള്ളത്. അപ്പോ അങ്ങനെ ഇതിന്റെ ബാക്കിലൊക്കെ ഉണ്ട് മാർക്കറ്റൊക്കെ കാണിക്കുന്നത്. ഇത് തന്നെ ഇതിന്റെ ബാക്കിലൊക്കെ തന്നെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. നമ്മളെ പൊറിഞ്ചു മറിയത്തിലത്തെ ആ ഒരു മാർക്കറ്റ് സീൻ കാണിക്കുന്നില്ലേ, ആ മാർക്കറ്റിലത്തെ സീനാണ് ഈ മാർക്കറ്റ് ഉണ്ടായി കാണിക്കുന്നതൊക്കെ. ഈ സൈഡ് പിന്നെ മറിയം ഇതിലെ പോണ സീനുകളും അങ്ങനത്തെ കുറെ ഉണ്ട്. ഇത് ഒരുപാട് ഇതിൽ വരുന്നുണ്ട് ഈ പാർക്ക്. അപ്പൊ ആ മാർക്കറ്റ് ഇതാണ്. ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഷൂട്ടിംഗ് നടന്നത് ഈ ഭാഗത്താണ്. ഇതിന്റെ ഉള്ളിലൊക്കെ തന്നെയായിരുന്നു, ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ ഇത്രയും ഭാഗത്ത്. ഇത് ഈ സീനല്ലേ, ഇതൊക്കെ ഇവിടെ നല്ലോണം സിനിമകൾ ഷൂട്ടിംഗ് നടന്നിട്ടാ. ഇപ്പൊ ഈ സീൻ സൺഡേ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഫിലിമിലൊക്കെ വന്നിട്ടുള്ള ഒരു സീനാണിത്. പിന്നെ നമ്മളെ മാർഗംകളി ഫിലിം ഉണ്ടായില്ലേ, അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടാ, ഈ ഒരു ഭാഗം. പിന്നെ ഇവിടെ ഫുള്ള് എന്തോ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പുഴയുടെ സൈഡിൽ അടിപൊളിയായിട്ട് വിശ്രമിക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലം. ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ചേട്ടൻ്റെ അകലേറ്റിട്ട് വല ഇരിക്കുന്നുണ്ട് വഞ്ചിയിൽ വന്നിട്ട്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് ഇത്രയും സൂം ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് ബോട്ടിങ് ഉണ്ടത്. നമ്മളുടെ ആ വീട്ടിൽ പൊറിഞ്ചു മറിയ മാത്രമല്ല കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതൊക്കെ ഫിലിം പറഞ്ഞത്, ഫിലിം ഷൂട്ടിംഗ് നടന്നുണ്ട് അവിടെ. എസ്രയുടെ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാർഗംകളി, പിന്നെ സൺഡേ ഹോളിഡേയ്സ്, അങ്ങനെ നല്ലൊരു സൈറ്റാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഇല്ലേ നല്ല രസമായിരിക്കും വന്നിരിക്കാനായിട്ട്. ഫുള്ള് ഇവിടെയൊക്കെ ഈ അറ്റം തൊട്ട് അറ്റം വരെ ഫുള്ള് ലൈറ്റ്സ് ആയിട്ട് ഹോട്ടല് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഐസ്ക്രീം ബാർ, ഫ്രഷ് നല്ല വെയിലും കേട്ടോ, അതാണ് നമ്മളെ കണ്ണൊക്കെ ഇങ്ങനെ പോണത്. ഇപ്പോൾ അത്യാവശ്യം പിള്ളേരുകളാണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ കോളേജിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുള്ളതായിരിക്കാം. അപ്പം അങ്ങനെ കുറച്ച് പിള്ളേരുകളുണ്ട്. നല്ല രസമുണ്ട്. ഭയങ്കര ഇപ്പോൾ വെയിലത്തായാലും വന്നിങ്ങനെ നിറച്ചും മരങ്ങളുള്ള കാരണം നല്ല തണലാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കേണ്ട നല്ല രസമാണ് ഇങ്ങനെ നടക്കാനായിട്ട്. നല്ലോണം പിള്ളേരുകളുണ്ട് കേട്ടോ ഇവിടെ, നല്ല രസമാണ്. അതന്നെ പിള്ളേഴ്സിൻ്റെ ഒരു ടീം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അവർ ഫ്രണ്ട്സായിട്ട് കൊറോണയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുള്ളതാന്ന് തോന്നുന്നുണ്ട്. വെയിലടിപൊളിനെ, അതുകൊണ്ട് ഇങ്ങനെ ആയി പോണത് കണ്ണൊക്കെ. അതെ, പക്ഷേ വൈകിട്ടൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കും. ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോട്ടപ്പുറത്തുള്ള പുഴയോരത്തുള്ളൊരു സംഭവമാണ് കേട്ടത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കൊറോണയൊക്കെ ആയതുകൊണ്ടായിരിക്കും കുറച്ച് തിരക്കില്ല. ന്യൂ ഇയർ. പക്ഷെ ഇവിടുത്തെ കടക്കാരൊക്കെ പറഞ്ഞു വൈകുന്നേരം നമ്മൾക്ക് ഇനിയും തിരക്കാവുന്ന പറഞ്ഞു, ന്യൂ ഇയർ വരെയൊക്കെ തിരക്കുണ്ടാവും പറഞ്ഞു. ഇതിനെപ്പറ്റി അറിയാത്തവർ, ഞങ്ങൾക്കും ഇപ്പോൾ അടുത്താണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ സംഭവം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സമയമാണെങ്കിൽ ഒക്കെ നല്ലതായിരുന്നു. അവരൊക്കെ കൊണ്ടുവന്നിരുന്നൊക്കെ വൈകുന്നേരങ്ങളിലൊരു നല്ലൊരു റിലീഫാണ്. നല്ല എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് നമുക്ക് ഇവിടെ തന്നെ വേറൊരു സ്ഥലം കൂടി കാണാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും. ഇവിടെ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ടിൻഡിങ് അടിക്കുക. അതിലോളം ഓപ്ഷൻ കൊടുക്കുക. എന്താണ് ഞങ്ങളുടെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ.